സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സ്ലീഹന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം ഈശോയോട് വിവരിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് സ്വകാര്യമായി ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് പിൻവാങ്ങി. ഇതറിഞ്ഞ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുകയും സൗഖ്യമാവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ കണ്ടെത്തുന്നതിനും ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഈ ജനത്തിന് മുഴുവൻ ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ജനത്തെ 50 വീതം പന്തികളായി ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട അവർ ശേഖരിച്ചു. മിശിഹായിലേറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ,
പിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മെ അറിയിക്കുവാനായിട്ടും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമുക്ക് നൽകുവാനുമായിട്ടാണ് ഈശോ മിശിഹ പിതാവിനാൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത്. പിതാവിൻ്റെ കരുതലും സ്നേഹവും കാരുണ്യവും ഈശോ മിശിഹായിലൂടെ വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു ഈശോയെ ശ്രവിക്കുവാൻ വന്ന ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുവാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന ശിഷ്യന്മാർ. 12 ശിഷ്യന്മാരും ഒരുമിച്ച് ചേർന്ന് ഈശോയോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പകൽ അസ്തമിച്ചു തുടങ്ങി. 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, പകൽ അസ്തമിച്ചു തുടങ്ങി. രണ്ടാമത്തെ, വിജനപ്രദേശമാണ്. മൂന്നാമതായിട്ട് അവർ പറയുന്നത് ഒന്നുമില്ല. കാരണം അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. അതായത് 12 ശിഷ്യന്മാർക്കും ഈശോ 13 പേർക്ക് കൂടി 5 അപ്പവും 2 മീനും. അപ്പോൾ ഈ 13 പേർക്കുള്ള 5 അപ്പവും 2 മീനും ഇവിടെ 5000 പുരുഷന്മാർ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ അതിനിരട്ടി സ്ത്രീകളുമുണ്ട്, കുഞ്ഞുങ്ങൾ വേറെ. അപ്പോൾ ഇതെവിടെ തികയാനായിട്ടാണ്? അവർ പട്ടിണിയിലാവും. അതുകൊണ്ട് പല ന്യായങ്ങൾ പറയുന്ന, പകൽ അസ്തമിക്കാറായി, വിജനപ്രദേശം, എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുക. നിങ്ങളുടെ പക്കലുള്ളത് കൊടുക്കുവിനെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതെവിടെ തികയാനാണ്, അതുകൊണ്ട് ഞങ്ങൾ പോയി മേടിച്ചു കൊണ്ടുവരാം. എന്നാൽ ഈശോ പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ളതിന് കൊണ്ടുവരുവിൻ. അതിനുശേഷം ജനക്കൂട്ടത്തെ അവിടെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്ക് ഇരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഇടവകയിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, കേൾക്കുവാനായിട്ടുള്ള ഏകാഗ്രതയോടെ ധ്യാനാത്മമായി നിൽക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇന്നുമെല്ലാം ബഹളത്തിൻ്റെ നടുവിലാണ്, എവിടെയും ബഹളമാണ്. അങ്ങനെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ജീവിതങ്ങളും ഒക്കെ. പലതുകൊണ്ടും അസ്വസ്ഥമായിരിക്കുകയാണ്. അവിടെ ശാന്തതയോടെ ദൈവത്തിൻ്റെ ദുഃഖരങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവാശ്രയത്തിലായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവാശ്രയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ ആ 5 അപ്പവും 2 മീനും ആശീർവദിച്ച് വിളമ്പി അവർക്ക് കൊടുത്തപ്പോൾ മിച്ചം വന്നത്, എല്ലാവരും ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്നത് 12 ശിഷ്യന്മാർ ഒരുമിച്ചാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് 12 പേർക്കും ഓരോ കുട്ട നിറയെ 12 കുട്ടയാണ് മിച്ചം വന്നത്. ഓരോരുത്തർക്കും ഓരോ കുട്ടയാണ് അപ്പം കിട്ടിയത്. അതായത് ശിഷ്യന്മാരെ ഈശോ പഠിപ്പിക്കുകയാണ്, പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാവുന്നു അവിടെ സമൃദ്ധിയുടെ വിരുന്ന് കർത്താവ് ഒരുക്കും. ഒന്നുമില്ലെങ്കിലും അത് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാവുക. നമുക്കുള്ളത് കുറച്ചാണെങ്കിലും നമ്മളെവിടെ ഷെയർ ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്നുവോ അവിടെ കർത്താവ് പ്രവർത്തിക്കും. അവിടെ കർത്താവ് സമൃദ്ധിയുടെ വിരുന്നൊരുക്കും, പിന്നെ മിച്ചം വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ
നമുക്ക് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട്, ദൈവ സാന്നിധ്യത്തിന്, അവിടുത്തെ കരുതലില്, അവിടുത്തെ കാരുണ്യത്തിന്, അവിടുത്തെ ദൈവികതയ്ക്ക് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട്, പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, കർത്താവിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പേടിക്കേണ്ടില്ല എന്നുള്ള ആത്മസമർപ്പണത്തോടെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ ഇല്ലായ്മയിലും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവിടുന്ന് സമൃദ്ധി നൽകിക്കൊള്ളുമെന്ന പരിപൂർണ ബോധ്യത്തോടുകൂടെ, പരിപൂർണ വിശ്വാസത്തോടെ ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. ചാപ്പലിൽ കുമ്പസാരിക്കുവാനായിട്ടുള്ള സൗകര്യം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് മുഴുവനും കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എല്ലാവരും അത്